ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് തന്നെ ക്യാമറ ക്ലാരിറ്റി ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഇത് ഞാൻ എടുക്കുന്നത് എൻ്റെ പഴയ ഫോണിലാണ്. മറ്റേ ഐഫോൺ ഓഫായി എടുക്കുകയാണ്. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ക്ലാരിറ്റി ചെറുതായിട്ട് കുറവാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യുന്നത്. മോർണിംഗ് ഒരു 9 മണിയായപ്പോൾ അലാമൊക്കെ വെച്ചിട്ട് നീറ്റു. പക്ഷേ എനിക്ക് ഉറക്കക്ഷീണം മാറിയിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് വർക്കൊന്ന് ഒതുക്കി ഞാൻ വീണ്ടും അവിടെ കിടന്നു. വീണ്ടും അലാമായിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. വാവേനയായിട്ടാണ്. വാവ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഞാൻ നീക്കുന്നുള്ള അറിയാം. അവൻ വാശി പിടിക്കുമല്ലോ. പക്ഷെ അവൻ എന്തോ എൻ്റെ കൂടെ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടി ഉറങ്ങാനുള്ള ടൈം കിട്ടി. ഒരു 10 മണിയായി നമ്മൾ നീറ്റ് വന്നപ്പോൾ. ലേറ്റായിട്ടാണ് കിടക്കുന്നത്. വർക്ക് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലേറ്റായിട്ടാണ് കിടക്കാറ്. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് ഇപ്പോൾ നീക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഫ്രഷ് ആവാനുണ്ട്, സ്കിൻ കെയർ ചെയ്യാനുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് കാണാം. ഓക്കെ, കുറച്ച് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മഴ ദിവസമാണെന്ന് തോന്നുന്നു. നല്ല മഴയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും മഴയുടെ സൗണ്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെയറൊക്കെ കെട്ടി വെച്ച് പയ്യെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രഭാത പരിപാടികളൊക്കെ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മെയിനായിട്ട് സ്കിൻ കെയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തു. ഞാൻ മോർണിംഗ് ക്ലെൻസ് ചെയ്യാണ് ചെയ്യാറ്. കാരണം നമ്മളിപ്പം മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ആണ് ഞാൻ ക്ലെൻസ് ചെയ്യുക. ഞാൻ സ്കിൻ കെയർ മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ. മോർണിംഗ് നമ്മൾ ക്ലെൻസ് ചെയ്തതിന് ശേഷം കുളിക്കുന്ന ടൈമിലാണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം ക്ലീൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ സ്കിൻ കെയറിലോട്ട് കിടക്കുകയാണ്. നമ്മൾ ബ്രഷ് ചെയ്ത് ഫ്രഷായി നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ പോവാണ്. ഇത് അൺട്രൈസർ ആണ് കേട്ടോ. നമ്മുടെ ഡാർക്ക് സർക്കിളൊക്കെ ഒന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാനിതിപ്പോൾ അത്യാവശ്യം 2 മാസത്തോളമായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നു. എൻ്റെ ഫോൺ യൂസിങ്ങും അതുപോലെ തന്നെ ഉറക്കമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം അങ്ങനെ എടുത്തറിയാത്തത്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക്. എന്തായാലും ഈ ഒരു ബോട്ടിൽ ഇതുവരെ തീർന്നിട്ടില്ല. 2 മാസത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നത്. 2 നേരം വെച്ചിട്ടാണ് കേട്ടോ. മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം സെറം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ചുരുങ്ങിയത് വെക്കണം അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഓക്കെ, ഇങ്ങനെ കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ട് 4 ഡ്രോപ്സാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, മുകളിലും താഴെ ആയിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഹാർഷായിട്ട് ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഫേസിൽ ഫേസ് സെറം അപ്ലൈ ചെയ്യണം. അപ്പം ഫേസ് സെറം ഞാൻ അപ്ലൈ ചെയ്യുന്നത് ലോറിയലിൻ്റെ ആണ് കേട്ടോ. 1.5 ഹൈലറോൺ സെറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് 1 മന്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നു. ഈ ഒരു ബോട്ടിൽ 1 മന്തിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ റിസൾട്ട് കിട്ടുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വലിയ റിസൾട്ട് കിട്ടുന്നില്ല. എനിക്കിത് യൂസ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു മുഖത്ത് കുരുക്കളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാനത് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ.
എനിക്ക് കുറച്ചുകൂടെ റിസൾട്ട് തോന്നിയിട്ടുള്ള ലാക്മേയുടെ ഒരു ഓറഞ്ച് ഫേസർ ഉണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു ഫേസ് സോഫ്റ്റ് ആയ പോലെയൊക്കെ തോന്നിയിരുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ അതാ വാങ്ങാം. നമ്മൾ ഓരോന്ന് നമ്മൾ ബ്യൂട്ടി റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്ട്സും നമ്മൾ യൂസ് ചെയ്യണമല്ലോ. എല്ലാവരുടെ സ്കിന്നിനും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. എൻ്റെ സ്കിന്നിന് ഇത് പറ്റാത്ത പോലെയൊക്കെ തോന്നുന്നത്. വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഫേസിന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഒരു സെറം. എന്തായാലും അത് കഴിയണ വരെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. മേ ബി കുറച്ചങ്ങോട്ട് യൂസ് ചെയ്താലാണ്, ഒരു മാസത്തിന് കൂടുതൽ യൂസ് ചെയ്താലാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിലോ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് റിസ്ക് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു 3 ഡ്രോപ്സ് ആണ് നമ്മൾ 2 കവിളിലും അതുപോലെ തന്നെ നമ്മുടെ നെറ്റിയിലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഐയുടെ ഭാഗത്ത് നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ഒരു അണ്ടർ ഐ സെറം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഐയുടെ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓക്കെ, പക്ഷെ നമ്മൾ വെള്ളം ഫ്രഷായി വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാറുള്ളത്. ഇന്നലെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഇന്നലെ കുടിച്ചതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു ബോട്ടിലും പിന്നെ എക്സ്ട്രാ, ഇത് 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 2 ലിറ്ററും എക്സ്ട്രാ ഒരു 1/2 ലിറ്ററും ആയിട്ട് അങ്ങനെ കുടിക്കാറുണ്ട്. ഇത് 2 ലിറ്റർ ഇന്നലെ കുടിച്ചു, അതിന് ശേഷം വന്നിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓട്സും അതുപോലെ തന്നെ ആപ്പിളും പിന്നെ ഈത്തപ്പഴം, ബദാം, മിൽക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ട് നമ്മൾ കുടിക്കണതാണ് കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് എന്താ പറയുക, ഫാറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്ഥിരമാക്കിയത്. റോബസ്റ്റ് പഴം, ആപ്പിളിന് പകരം റോബസ്റ്റ് പഴം ആയിരുന്നു. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് റോബസ്റ്റ് പഴം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് കടക്കാരൊക്കെ. പിന്നെ നമ്മൾ ആപ്പിൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. രണ്ടും നമുക്ക് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് മോർണിംഗ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഉച്ച വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വിശപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു 12-1 മണി വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഓക്കെ, നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്ന 3 ഈത്തപ്പഴം, 5 ബദാം, 2 ടീസ്പൂൺ ഓട്സ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ 1/2 ഗ്ലാസ് മിൽക്ക്, പിന്നെ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് പഴം ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ ആവശ്യത്തിന് മധുരം ഉണ്ട്. കാരണം ഈത്തപ്പഴം നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ്. അതുപോലെ തന്നെ ആപ്പിൾ ചേർക്കുന്നുണ്ടല്ലോ, അപ്പം അത്യാവശ്യം മധുരം നമുക്കിതിന് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നമുക്ക് അവിടെ കുറഞ്ഞു കിട്ടി. തലേ ദിവസം എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മോർണിംഗ് എടുത്ത് അടിച്ച് കുടിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ കാലത്തെ ഫുഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമുക്ക് കുറച്ച് പണിയുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്, സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ചില്ലറ പണികളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അത് കാണാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് സെറ്റഫലിൻ്റെ ആണ് മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ
എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണിത് കേട്ടോ. ഓക്കെ, ഹെൽത്തി സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതോട് കൂടി തന്നെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന പ്രൊഡക്ട്സും നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഓരോ പ്രൊഡക്ട്സും ഹെൽത്തി ആയിട്ടുള്ളതാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക, നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തതെന്നാണ്. വീട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങുന്നില്ലല്ലോ, വെയിൽ കൊള്ളുന്നില്ലല്ലോ, അപ്പോൾ മഴ സീസൺ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മൊബൈലൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈറ്റിൻ്റെ ഒക്കെ വെളിച്ചം നമ്മുടെ ഫേസിൽ തട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പക്ഷേ 2 hour കൂടുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ പുറത്തിറങ്ങുന്നില്ലല്ലോ, നമ്മുടെ ഫേസിൽ അതങ്ങനെ കിടന്നോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ മോർണിംഗ് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഈവനിങ് 4 to 5 PM വരെയും നമുക്ക് ഇത് അങ്ങനെ തന്നെ സെറ്റായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മളൊന്ന് സ്കിൻ കെയർ വീണ്ടും ചെയ്താൽ മതി എന്ന് മാത്രം. അങ്ങനെ ഞാൻ 2 നേരമാണ് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാറ്. പുറത്ത് പോയി വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സൺസ്ക്രീൻ ഞാൻ ഡോൺ ആൻഡ് കേയുടെ ആണ് യൂസ് ചെയ്യുന്നത്. 50++++4+ ആണ് കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതൊരു മിൽക്കി ഒരു ടെക്സ്ചറാണ് ഇതിൻ്റെ വരുന്നത്. നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഞാനൊരു ചിത്രപ്പണി നടത്താറ് പതിവ് കേട്ടോ. അവിടെ കുറച്ച് കൂടുതൽ ഇടാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് നമ്മൾ കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ നെക്കിലുമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ എടുക്കാറ് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇഷ്ടപ്പെടാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റ് കാസ്റ്റിംഗ് അല്ല, ഒട്ടും വൈറ്റ് കാസ്റ്റിംഗ് അല്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. നമുക്കത് യൂസ് ചെയ്തിട്ട് എങ്ങോട്ടും പോകും. ഇപ്പോൾ ഒലിക്കുമ്പോഴും നമുക്ക് എന്താ പറയുക, ആ ഒരു വൈറ്റ് കാസ്റ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ലിപ്സ്റ്റിക്കാണ്. ഞാൻ മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കളർ ചേഞ്ച് ലിപ്സ്റ്റിക്കാണിത് കേട്ടോ. ഒരു ജെല്ലി ടൈപ്പാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ പെട്ടെന്ന് കിട്ടില്ല. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാലാണ് കളർ കിട്ടുക. പിന്നെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് അങ്ങനെ ഡാർക്കൻ ആവുന്നില്ല. എനിക്ക് ആ ഒരു ഫീൽ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, അതിന് മാത്രം ഡാർക്ക്നെസ് എൻ്റെ ലിപ്പിൽ കാണുന്നില്ല. ഞാനിപ്പോൾ കുറച്ചായിട്ട് ലിപ് ബാമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഭയങ്കര മടി കയറിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് മാത്രമാണ് ഇടുന്നത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ലിപ്സ്റ്റിക്ക് ഇടാണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ കുറച്ചുകൂടെ കെമിക്കൽ ഫ്രീ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ലിപ്പിന് ഡാമേജോ കാര്യങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ നമ്മൾ പൊട്ടാണ്. പൊട്ട് ഞാൻ ഇന്നലെ ഞാൻ പൊട്ട് ഊരിയിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വെച്ച പൊട്ടിരിക്കുന്നുണ്ട്. ഇനി പൊട്ടാണ്. നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങൾ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിപ്സ്റ്റിക്കും പൊട്ടും ആണ്. പൊട്ട് എനിക്ക് തുടക്കം മുതലേ പൊട്ട് വേണം. പൊട്ടില്ലാണ്ട് ഞാൻ അങ്ങനെ കൂടുതലും പൊട്ട് യൂസ് ചെയ്യാറ് പതിവ്. ഞാൻ വീട്ടിലിരിക്കുമ്പോഴും പൊട്ടിടും, പുറത്ത് പോകുമ്പോഴും പൊട്ടിടും. പൊട്ട് ഊരിയിട്ടുള്ള പരിപാടിയില്ല, പൊട്ടില്ലാണ്ടുള്ളൊരു പരിപാടിയില്ല. പൊട്ട് അന്നൊന്നും എനിക്ക് വീക്ക്നെസ് ആണെന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ കുറച്ചേ ആയിട്ടേ ഉള്ളൂ. എനിക്ക് ഡെയിലി വീട്ടിലിരിക്കുമ്പോഴും യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ വന്നു തുടങ്ങിയിട്ട്, ഒരു അഡിക്ഷൻ എന്നൊക്കെ പറയില്ലേ, നല്ല അല്ല എങ്കിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്കിൻ കെയർ. ഇത്ര മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. വീട്ടിലിരിക്കുമ്പോൾ ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ടോണർ കാര്യങ്ങളൊന്നും പഠിച്ചു കൊടുക്കില്ല. ടോണർ ഇനി എനിക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും മിക്സ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ട്. അത് വാങ്ങാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഡയറക്റ്റ് പോയിട്ട് തന്നെ വാങ്ങണം എന്ന് വെച്ചിട്ടാണ്. ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങണ്ട എന്നുള്ളൊരു മൈൻഡാണ്. നല്ല റോസ് വാട്ടർ നോക്കി നമ്മൾ വാങ്ങണം. അപ്പോൾ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. നോക്കട്ടെ നമുക്ക്. അപ്പോൾ പയ്യെ ഒരു ടോണറൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വർക്ക് കൊടുക്കാനുണ്ട്. വർക്ക് കൊടുത്തിട്ട് ബാക്കി ഇവിടുത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് തീർക്കാം. ഓക്കെ. വർക്ക് നമുക്കിന്ന് കുറവാണ് കേട്ടോ. ഇന്നത്തെ പോലെ ലോഡൊന്നും ആയിട്ട് നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ടീംസിന്. അപ്പോൾ പെട്ടെന്ന് തീരും, കാരണം അധികം വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അധികം ചെറിയ രീതിയിൽ മഴയുണ്ട് ഗൈസ്. അങ്ങനെ മഴ അവിടെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ എൻ്റേതായ ചെറിയ ചെറിയ പണികൾ ഞാൻ വീട്ടിൽ ചെയ്യുകയാണ് കേട്ടോ. അപ്പം പാത്രം കഴുകാൻ കുറച്ച് കാലത്തെ കഴിച്ച ഫുഡിൻ്റെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ കഴുകി വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ മീൻ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അത് പിന്നെ അമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാനത് ചെയ്യലില്ല. ഞാൻ ചെയ്താൽ മീനൊക്കെ ചീഞ്ഞ് പോകാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അലക്കാൻ അമ്മ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്താ പറയുക, കല്ലിട്ട് അലക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. ആ ടൈമിലാണ് കറണ്ട് പോയത് കേട്ടോ. അപ്പോൾ നമ്മളത് പെൻഡിങ് ആക്കി വെച്ചു. എന്നിട്ട് നമ്മുടെ മറ്റു പരിപാടികളിലേക്ക് കിടക്കും. ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കൊന്ന് അടിച്ചു വാരി ഇടുന്നല്ല തുടച്ചിട്ട് നമ്മൾ ഡെയിലി അടിച്ചു തുടയ്ക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഒന്നരാടൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ ഇന്നൊന്ന് അടിച്ചു വാരി ഇടണം. പിന്നൊന്നുമില്ല. പിന്നെ നമ്മുടേതായ പരിപാടി എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, അതുപോലെ തന്നെ എൻ്റെ ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഫുഡ് കാര്യങ്ങളൊക്കെ അമ്മ റെഡിയാക്കും. നമുക്ക് മെയിൻ ഫ്രൈ ചെയ്യാൻ അങ്ങനെയുള്ളതൊക്കെ വരുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. കറണ്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വാഷിംഗ് മെഷീൻ കറണ്ട് വരുന്നവരെയും പ്രവർത്തിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കറണ്ട് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ അവിടെ കിടക്കട്ടെ. എൻ്റെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. ഓഫീസ് ഫോണാണ്. നോക്കട്ടെ കേട്ടോ. എൻ്റെ പണിയുടെ ആത്മാർത്ഥത കണ്ടിട്ടാണെന്ന് തോന്നുന്നു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഡെയിലി നീ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തോളൂ എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഞാൻ കറക്റ്റ് ടൈമിൽ പണിയൊക്കെ ഞാൻ തീർത്ത് വെക്കുന്നുണ്ട്. അതിനിടയിൽ അമ്മ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അയില ചെമ്പാനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അമ്മയാണെങ്കിൽ മീൻ നന്നാക്കാനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ നേരം നിൽക്കണം. അതും നന്നാക്കി വരുന്നത് അങ്ങനെ നല്ല രീതിക്ക് കിട്ടൂല. അതാണ് എൻ്റെ അവസ്ഥ. ഒരു കൊറിയറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഓഫീസിൽ നിന്ന് ഒരു സിം അയച്ചതാണ്. ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്ന സിം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിമ്മ് കട്ടാവാൻ കാരണം പഴയ സിം ആയതുകൊണ്ട് തന്നെ എയർടെലിൻ്റെ ആയിരുന്നു. പഴയ സിം ആയതുകൊണ്ട് തന്നെ അത് എത്ര കാലാവധി ഉണ്ടെന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിമ്മ് പുതുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരത് പുതുക്കിയിട്ട് പുതിയ സിമ്മാക്കിയിട്ട് എയർടെലിൽ നിന്ന് വോഡഫോണിലേക്ക് പോർട്ട് ചെയ്തിട്ടാണ് അയച്ചെന്നേക്കുന്നത്. നമുക്ക് ഫോണിൽ ഇടേണ്ടതുണ്ട്. ഇതിൽ ഓൾറെഡി ഒരു സിമ്മുണ്ട്. നമുക്ക് 2 സിമ്മ് വരുന്നുണ്ട് ഓഫീസിൻ്റെ. അപ്പോൾ
എടുത്തതിടാം. സിമ്മൊക്കെ ആയിട്ടുണ്ട്. മീൻ പൊരിക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഞാനിപ്പോൾ. മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു, 1 സ്പൂണ് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങയും കൂടി ഇതിൽ പിഴിഞ്ഞ് ചേർക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സൊറക്കയാണ് ചേർക്കാറ്. വേപ്പിലെടുക്കലോ മമ്മിയാണ് അരച്ച ചേർക്കുക. അരച്ചും ചേർക്കാം, അരക്കാതെയും ചേർക്കാം. മറ്റേ അപ്പൊ നമ്മള് പെരട്ടി കൊടുക്കണം കേട്ടോ. മീനിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ ആക്കി കൊടുക്കണം. നമ്മൾ ഈ ചേർത്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് കുറച്ച് ടൈറ്റാണ്. അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ളപ്പോൾ ഞാൻ ചേർക്കുന്ന വെള്ളമല്ല, നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ കുറച്ച് ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ആണല്ലോ. അപ്പം അങ്ങനെ ചെയ്യും. ഞാൻ മത്തി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ നല്ല മത്തി ഞാൻ തീരെ കഴിക്കാറില്ല. അയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അയില കറി വെച്ചതിൽ പീസ് എനിക്ക് എന്തോ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഞാൻ പൊരിച്ചത് മാത്രം അയില ഞാൻ കഴിക്കുള്ളൂ. കറി മാത്രം ഞാൻ എടുത്ത് കഴിക്കും, പീസ് ഞാൻ അങ്ങനെ കഴിക്കലില്ല. അങ്ങനെ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്താണ് നമ്മൾ അതുവരെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് അപ്പോഴേക്കും ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിക്കാൻ നേരത്താണ് നമ്മൾ ഇതെടുത്ത് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പം കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. മീൻ കറി മുളകിട്ടതാണ് കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച് വെക്കൽ കുറവാണ്. തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മട്ടാറുണ്ട് കഴിക്കൽ. അപ്പോൾ നമ്മൾ കൂടുതലും മുളകിട്ട കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ മീൻ ഫ്രൈ ചെയ്തതും മീൻ മുളകിട്ടതും അങ്ങനെയാണ്. കഴിച്ചിട്ട് വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച റെസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മൾ മൂവിയൊക്കെ കണ്ട്, പ്രണയനിലാവാണ് ടി വിയിലുള്ളത്. അപ്പോൾ അതും കണ്ട് നമ്മൾ ഒപ്പം വർക്കും ചെയ്ത് അങ്ങനെ അങ്ങനെ പോവുകയാണ്. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ നമുക്ക് വർക്ക് ടൈം ആയതുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇന്ന് നമുക്ക് അങ്ങനെ തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്. തിരക്കുകളുള്ള ടൈമിൽ എനിക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്നും ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം ഒരു ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തിരക്കില്ലാത്തൊരു ദിവസം നോക്കിയിട്ടൊന്ന് എടുത്തു നോക്കിയതാണ്. എടുക്കാൻ കാരണം തന്നെ അമ്മയാണ് കേട്ടോ. മോർണിംഗ് എന്നെ ഉണ്ണീനെ കൂടുന്നതിൻ്റെ അടുത്ത് കിടത്തിയപ്പോൾ അവൻ്റെ ഉറക്കം കണ്ടിട്ടാന്ന് തോന്നുന്നു ഒരു ക്ലിപ്പ് അമ്മയുടെ വക എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ അമ്മ കാരനാണ് ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എടുക്കുന്നത് തന്നെ കേട്ടോ.
വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ കിട്ടിയതാണ് കുറച്ച് ചോക്ലേറ്റ്സ്. അപ്പോൾ ആ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മൾ കഴിച്ച് തീർത്തു. ബാക്കി ഉണ്ടായിരുന്ന കോപ്പിക്കോയാണ്. അത് കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഫ്രഷായി നമ്മൾ വീണ്ടും സ്കിൻ കെയർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ മോർണിംഗ് ചെയ്ത സെയിം റുട്ടീൻ തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായയും പപ്സും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡേ ഏകദേശമൊക്കെ അവസാനിക്കാനായി. ഇനി നൈറ്റ് ഫുഡൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം ഉച്ചയ്ക്കിലുള്ള ഫുഡ് തന്നെയാണ് നമ്മൾ നൈറ്റ് കഴിക്കുന്നത്. പിന്നെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്ത് വേറൊരു മോയ്സ്ചറൈസർ ഉണ്ട്, അതൊന്ന് അപ്ലൈ ചെയ്ത് അങ്ങനെ കിടക്കുക ചെയ്ത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഡാർക്ക് സർക്കിളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ മാറുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനിടയിൽ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഇടയിലുണ്ട്, അതും ചെയ്ത് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. തിരക്കുകളൊന്നും ഇല്ലാണ്ട് അധികം വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഈവനിങ് ടൈം നമ്മൾ ചായ കുടിക്കുകയാണ്, കട്ടൻ ചായയും പപ്സും. ഓക്കെ, പപ്സ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഒരു വീക്ക്നെസ് ആയിരുന്നു. നമുക്ക് മുട്ട പപ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും പുറത്ത് പോയി കഴിഞ്ഞാൽ മുട്ട പപ്സ് ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ പിസ്സ, നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന 30 രൂപയ്ക്കൊക്കെ കിട്ടുന്ന പിസ്സ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബ്രോസ്റ്റും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഷവായി, അൽഫാം, അതൊക്കെയാണ് ഇപ്പം നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പപ്സ് ഭയങ്കര കാര്യമായിരുന്നു. മുട്ട പപ്സ് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാങ്ങുക, അതുപോലെ തന്നെ ചിക്കൻ റോള് വാങ്ങുക, ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പിസ്സ, അതൊക്കെയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഴയ പപ്സ് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. കുറേ നാൾക്ക് ശേഷമൊക്കെ കഴിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ബ്രോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ, അതൊക്കെ വിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ വീട്ടിലെ സ്ഥിര അതിഥിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ എപ്പോഴും ഉണ്ടാവും. അതുപോലെ പീലൊക്കെ വിടർത്തി നൃത്തം ചെയ്യണമൊക്കെ കാണാമെന്ന് പറയുമ്പോൾ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമുക്ക് അപ്പുറത്തെ വീട്ടിലെ താത്തയൊക്കെ ഇങ്ങനെ പറയണേ കേൾക്കാം. പിന്നെ എന്താ പറയുക, 2 അമ്മയിലാണ് ഉണ്ടാവുക, എപ്പോഴും ഉണ്ടാവും. അവർക്ക് മനുഷ്യരെ പേടിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ വണ്ടികളൊക്കെ പോകുമ്പോഴാണെങ്കിലും മാറിക്കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഒരു പേടിച്ച് ഓടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിനെയാണോ മയിലാട്ടം എന്ന് പറയാൻ മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മേമയുടെ കുട്ടി മേമയുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല കേട്ടോ, ഒരു 30 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ വാശിയാണ്, കുറച്ച് വാശി കൂടുതലാണ്. എൻ്റെ കയ്യിൽ വരുമ്പോൾ എന്താണാവോ ഉറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് അങ്ങനെ ഉറക്കുകയാണ്. എന്താ നമുക്ക് ടൈം പോകുന്നുണ്ട് അങ്ങനെ മോൻ കയ്യിലുള്ളപ്പോൾ. നല്ലൊരു വൈബാണല്ലോ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ. അപ്പം ആ ഒരു വൈബിൽ അങ്ങനെ ഈവനിങ്ങിൽ അവനെ ഉറക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് നേരം അവനെ എടുത്ത് അവൻ്റെ ഒപ്പം കളിച്ച് അവനെ കുറച്ച് നേരം തോളത്തൊക്കെ കിടത്തി ഉറക്കലാണ് ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ചെക്കൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനെ കൊണ്ടുപോയി കിടത്തുക എന്നുള്ള പരിപാടിയാണ്. അതിനിടയിൽ നമുക്ക് കഴിക്കാനുള്ള പപ്പായ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു, പപ്പായ കിട്ടി. പപ്പായ പിന്നെ നമ്മുടെ ബ്യൂട്ടിക്ക് നല്ലതാണല്ലോ. ഫേഷ്യൽ ചെയ്യാനാണെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുമ്പോഴാണെങ്കിൽ നല്ല ബ്യൂട്ടിക്ക് നല്ലൊരു ഫ്രൂട്ടാണല്ലോ പപ്പായ. അപ്പോൾ പിന്നെ നമ്മൾ മെനക്കെട്ടാണെങ്കിൽ നമ്മൾ കഴിക്കും. പപ്പായ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, എങ്കിലും ബ്യൂട്ടിക്ക് നല്ലതായതുകൊണ്ട് നമ്മൾ കഴിക്കുന്നൊന്ന് മാത്രം. അങ്ങനെ പപ്പായ കഴിച്ച് TV ഒക്കെ കണ്ട് നൈറ്റായി നമ്മളങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറയുക, പതിവ് പോലെ തന്നെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. വീട്ടിലിരുന്നുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഒരുമിച്ച് മാനേജ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം അത്രയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിടക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അധികം തിരക്കുകളൊന്നും ഇല്ലാത്തൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം തിരക്കുള്ള ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ എടുക്കുക. കാരണം ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. നമുക്ക് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു ദിവസം നോക്കിയിട്ട് നമ്മൾ ഒഴിവ് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ
എന്താ നമ്മൾ അതിനിടയിൽ തന്നെ നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടുതലായിട്ട് കാണിച്ച് ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിലും നമ്മൾ നൈറ്റ് ഉച്ചക്കലത്തെ ഫുഡ് തന്നെയായിരുന്നു നമ്മൾ രാത്രിയിലും കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനി കിടക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ 12 മണിക്ക് കഴിയും. ഈ ഒരു ടൈമിലൊക്കെയാണ് ഞാൻ കിടക്കുക. ചിലപ്പോൾ ഇതിലും ലേറ്റ് ആവാറുണ്ട്. ഇനി എനിക്ക് എന്തായാലും കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട്. നോട്ട്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എൻ്റെ വർക്കുകൾ കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കിടക്കും. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ മൊബൈൽ യൂസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് തൊട്ട് മുമ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ക്ലെൻസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മോർണിംഗ് ഞാൻ ക്ലെൻസ് ചെയ്തു, നീട്ടുടനെ തന്നെ ഫേസ് ക്ലെൻസ് ചെയ്തു. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഫേസ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ക്ലെൻസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ജെൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, 3ാമത്തെ ദിവസമാണിത്. ഇത് എന്താണ് അവസ്ഥ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഡാർക്ക് സർക്കിൾ മാറും, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നാൽപ്പാമരാതി കഷായ ജെല്ലാണിത്. ഇത് ഹെയർ ആൻഡ് ബോഡിയിലും ഹെയറിലും യൂസ് ചെയ്യാം എന്നാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. വലിയ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നുമില്ല, ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയില്ല. 150 രൂപയാണ് ഈ ഒരു 100 ഗ്രാമിൻ്റെ ബോട്ടിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് സർക്കിൾ മാറുന്നുണ്ടോ, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആയുർവേദ ആയതുകൊണ്ടാണ് ഞാനിത് റിസ്ക് എടുക്കാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റുള്ള പ്രൊഡക്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നൈറ്റ് ഇത് ഇവർ പറഞ്ഞിട്ടുള്ളത് 1.5 യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തേച്ചതിന് ശേഷം ഫോണ് യൂസ് ചെയ്യരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് തേക്കുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വലിയ എൻഗേജ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണെന്ന് കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യാണ്. ഇത് നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. നാൽപ്പാമരാതി എന്ന് കേട്ടിട്ടുണ്ട്, അത് എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കാനൊന്നും പോയിട്ടില്ല. ആയുർവേദ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാണ്. ഇതിൽ ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൽ തന്നെ ഗ്ലിസറിൻ അങ്ങനെ അതുപോലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ. എന്തായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് റിസൾട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇപ്പം പറയാനായിട്ടില്ല. ഓക്കെ, റിസൾട്ട് കിട്ടിയതിന് ശേഷം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളതാണ്. മറ്റേ സെറം ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വല്ലാണ്ട് അങ്ങോട്ട് അറിയാത്തത്. കാരണം നല്ല രീതിയിൽ ഫോണിൽ മാറ്റി വയ്ക്കാൻ പറ്റില്ല. എൻ്റെ വർക്കാണെങ്കിലും ഫോണിലാണ്, നമ്മുടെ ചാനലാണെങ്കിലും ഫോണിലാണ്. അപ്പോൾ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പറയുക, ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഒന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കുന്നത്. റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോസ് കണ്ടു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി കുറച്ച് എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാനുണ്ട്. അത് കഴിഞ്ഞ് കയറി കിടന്നുറങ്ങാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ.